CPM പാലക്കാട് ജില്ലാ സെക്രട്ടറി എൻ സുരേഷ് ബാബു മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. തത്സമയം. സ്വാഭാവികമായും ഇതെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ സംഭവിക്കാനിടയുണ്ട് എന്ന് ആശങ്കപ്പെട്ടത് വ്യക്തമാകുന്ന രീതിയിലാണ് വോട്ടർ പട്ടികയിലെ വ്യാജ വോട്ടർമാരെ ചേർത്തിയിട്ടുള്ളത്. എനിക്ക് തോന്നുന്നത് മരിച്ചുപോയ ആളുകളെ അവരുടെ പേരിൽ പോലും ഇത്തവണ ID കാർഡ് ഉണ്ടാക്കി വോട്ട് ചെയ്താൽ അത്ഭുതപ്പെടാനില്ല. ആ രൂപത്തിലുള്ള വ്യാജ വോട്ടർമാരെ ഉണ്ടാക്കിയെടുത്ത് പാലക്കാട് മണ്ഡലം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയ പരിശ്രമമാണ് ഇപ്പോൾ UDFും BJP നടത്തിക്കൊണ്ടിരിക്കുന്നത്. മറ്റൊരു കാര്യം, UDF ഇപ്പോൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട് മണ്ഡലത്തിലാകെ. BJP ജയിക്കാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് നിങ്ങൾ BJP ജയിക്കാതിരിക്കാൻ UDFനെ വിജയിപ്പിക്കണമെന്നാണ് അവരുടെ പ്രചരണത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമായി ഇപ്പോൾ അവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുതന്നെയാണ് ഇന്നലെ VD സതീശനും ഷാഫിയും മാധ്യമങ്ങളോട് പറഞ്ഞത്. എന്നാൽ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യത്തെ ഘട്ടത്തിൽ തന്നെ രമേശ് ചെന്നിത്തല പറഞ്ഞു UDFും LDFും തമ്മിലാണ് മത്സരമെന്ന്. മിനിഞ്ഞാന്നിവിടെ K മുരളീധരൻ വന്ന് പറഞ്ഞു UDFും LDFും തമ്മിലാണ് മത്സരമെന്ന്. എന്നാൽ VD സതീശനും ഷാഫിയും പറയുകയാണ് ഇവിടെ BJPയും UDFും തമ്മിലാണ് മത്സരമെന്ന്. അതിനായിട്ടാണ് ഇവർ പറയുന്നത് BJP ജയിക്കാതിരിക്കാൻ ഞങ്ങൾ വോട്ട് ചെയ്യും എന്നാണ്. എന്തിനാണ് ഇങ്ങനെ പേടിക്കുന്നത് മറ്റേ ഷാഫി? എന്തിനാണ് VD സതീശൻ ഇങ്ങനെ പേടിക്കുന്നത്? അതിനും കാരണമുണ്ട്. ഇങ്ങനെ ഒരു പേടി ഉണ്ടായിരുന്നുവെങ്കിൽ ഷാഫി ഇവിടെ നിന്ന് രാജിവെച്ചു പോകണമായിരുന്നോ? അതായത് BJP ജയിക്കാതിരിക്കാൻ UDFന് വോട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന ഷാഫിക്ക് ഞങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞല്ലോ, വടകരയിലേക്ക് പോയത് BJPയുടെ സീറ്റ്, BJP രണ്ടാമത് വന്ന ഈ പാലക്കാട് മണ്ഡലത്തിൽ BJPയെ ജയിപ്പിക്കാനുള്ള ഒരു ഗൂഢാലോചനയാണ് ഷാഫി നടത്തിയിട്ടുള്ളത് എന്ന് ഞങ്ങൾ ആദ്യം തന്നെ പറഞ്ഞു. ഇപ്പൊ ആ പ്രചരണമാണ് ഈ മണ്ഡലത്തിൽ നടക്കുന്നത്. ഇപ്പൊ BJP നേരത്തെ തന്നെ ജയിച്ചു പോകുമെന്ന് ഷാഫിക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം എന്തിനു വടകരയിൽ പോയി? തോറ്റ സീറ്റ് പിടിച്ചെടുക്കാൻ പോയതല്ലല്ലോ. K മുരളീധരൻ ജയിച്ച സീറ്റല്ലേ? അദ്ദേഹത്തിന് എന്തിന് തൃശ്ശൂർ കൊണ്ടുവന്ന് തോൽപ്പിച്ചു? ഇതെല്ലാം ഒരു ഗൂഢാലോചനയും ഈ മൂവർ സംഘത്തിന്റെ ലക്ഷ്യവുമാണ്. അത് മാത്രമല്ല, ഞങ്ങൾ നേരത്തെ പറഞ്ഞ ചില കാര്യങ്ങൾ കൂടുതൽ വ്യക്തമായിക്കൊണ്ടിരിക്കുകയാണ്. BJPയും കോൺഗ്രസും അവിശുദ്ധ കൂട്ടുകെട്ടുണ്ട് എന്നുള്ളതിൻ്റെ തെളിവുകൾ തന്നെ നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാവും. നിങ്ങൾ നോക്കുക, 2016 നിയമസഭാ തെരഞ്ഞെടുപ്പ്. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മലമ്പുഴ മണ്ഡലത്തിൽ കൃഷ്ണകുമാറിനെതിരായി മത്സരിച്ച UDF സ്ഥാനാർത്ഥിക്ക് കിട്ടിയ വോട്ട് 35,333. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDFന്റെ സ്ഥാനാർത്ഥി VK ശ്രീകണ്ഠന് കിട്ടിയ വോട്ട് 47,743.
അപ്പോൾ 35 നിന്നും 47 നിയമസഭാ തെരഞ്ഞെടുപ്പ് 16 നിന്നും 19 ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കോൺഗ്രസിന്റെ മാർജിൻ വർദ്ധിക്കുകയാണ്. അപ്പൊ 2016 കൃഷ്ണകുമാറിനെ ആ മണ്ഡലത്തിൽ ജയിപ്പിക്കാൻ ഷാഫി CPM പാലക്കാട് ജില്ലാ സെക്രട്ടറി എൻ സുരേഷ് ബാബു മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. വ്യാജ വോട്ട് ചേർത്തു എന്നതടക്കമുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നു.